നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഒരു എം പിയും എം എൽ എയുമെങ്കിലും ആയി കിട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാർ തലക്കിടിക്കുകയാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിയാകാനുള്ള അവസരം കിട്ടിയാലോ? ഇതിൽ പരം ഒരു ഭാഗ്യം ജീവിതത്തിൽ ഇല്ല എന്നാണ് പല പൊതുപ്രവർത്തകരും കരുതുന്നത്. കാരണം കേന്ദ്രമന്ത്രിയാവുക എന്ന് വെച്ചാൽ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും അയാൾ VIP ആണ്. 28 സംസ്ഥാനങ്ങൾ, രാജ്യം മുഴുവൻ പറന്നു നടക്കാനുള്ള ലൈസൻസാണ് കേന്ദ്രമന്ത്രി ആവുക എന്ന് വെച്ചാൽ. എന്നാൽ ഇവിടെ ഒരാൾക്ക് കേന്ദ്രമന്ത്രി പണി മടുത്തിരിക്കുന്നു. തനിക്ക് കേന്ദ്രമന്ത്രി ആകേണ്ടെന്നും ഈ മുൾക്കിരീടം തന്നിൽ നിന്ന് എടുത്തു മാറ്റണമെന്നും അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുകയാണ്. അതും മറ്റാരുമല്ല, നമ്മുടെ സൂപ്പർ താരം സുരേഷ് ഗോപി തന്നെ. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായി പാർട്ടിക്കൊരു MP സംഭാവന ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം കിട്ടി. അത് സംഭവിക്കുന്ന കാര്യവുമാണ്. കാരണം അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയായിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് കൊടുത്തിരുന്നതാണ്. അങ്ങനെ അദ്ദേഹം മത്സരിക്കുകയും ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ മന്ത്രിപ്പണി അധിക നാൾ തുടർന്നു കൊണ്ടുപോകാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. കാരണം മോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിമാർ ചുമ്മാ ഇരിക്കുന്ന പരിപാടി നടക്കില്ല. നന്നായിട്ട് ജോലി ചെയ്യണം. സുരേഷ് ഗോപിക്ക് കൊടുത്ത അസൈൻമെൻറ്റുകൾ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി അദ്ദേഹം ചെയ്ത് നിറവേറ്റുന്നുണ്ടോ എന്ന് വീക്ഷിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സർവീലൻസ് നടത്താൻ അവിടെ കൃത്യമായ ആളുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഡൽഹിയിലിരുന്ന് പണിയെടുക്കാൻ സുരേഷ് ഗോപിയോട് നേരത്തെ തന്നെ BJP നേതൃത്വം പറഞ്ഞിരുന്നു, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും. എന്നാൽ നമ്മുടെ സൂപ്പർ താരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ജനിച്ചപ്പോഴേ തന്നെ സൂപ്പർ താരമായതുകൊണ്ട് ആ ഹാങ് ഓവർ അദ്ദേഹത്തിന് വിട്ടുപോകില്ല. കേരളത്തിൽ പറന്നു നടന്ന് വിവാദ പ്രസ്താവനകളുണ്ടാക്കി BJPയെ കുഴപ്പത്തിൽ ചാടിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഡൽഹിയിൽ ഇരുന്ന് ഓഫീസിലിരുന്ന് ജോലി ചെയ്യണമെന്നും തൃശ്ശൂർ ജില്ലയിലെ പരിപാടികളിൽ മാത്രം പങ്കെടുത്താൽ മതിയെന്നുമുള്ള BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേന്ദ്രമന്ത്രി എന്ന മുൾക്കിരീടം തൻ്റെ കയ്യിൽ ചുമലിൽ നിന്ന് എടുത്തു മാറ്റണം എന്നാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഡൽഹിയിൽ കുത്തിയിരുന്ന് പണിയെടുക്കാനൊന്നും കഴിയില്ല. 10-15 സിനിമകൾ ഇപ്പോഴും മുടങ്ങിക്കിടക്കുകയാണ്. 15 സിനിമകളിൽ നായകനായാനുള്ള അവസരം ഈ കേന്ദ്രമന്ത്രി പണി മൂലം ഇല്ലാതായി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തനിക്ക് താല്പര്യം സിനിമയിൽ അഭിനയിക്കാനാണ്, കേന്ദ്രമന്ത്രി ആകാനല്ല. MP ഞാൻ നിന്ന് മത്സരിച്ചു, ജയിച്ചു, എന്നെ കേന്ദ്രമന്ത്രിയാക്കി, അതിന് നന്ദിയുണ്ട്. എന്നാൽ ഈ മുൾക്കിരീടം ഇനി എടുത്തു മാറ്റണം. കേന്ദ്രമന്ത്രിസ്ഥാനത്ത് അധികം നാൾ തുടരാൻ തനിക്ക് താല്പര്യമില്ല. ഇത് അദ്ദേഹം മോദിയോടോ അമിത്ഷായോടോ പറഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിൽ വരുന്ന BJPയുടെ യോഗങ്ങളിലൊക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള സൂചനകൾ നൽകാറുണ്ട്. കാരണം സദാനന്ദൻ മാസ്റ്റർ പോലെയുള്ളപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കട്ടെ, ഇനി ഞാൻ എന്തിനാണ് ഈ രംഗത്ത് തുടരുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിക്കാറുണ്ട്. പലപ്പോഴും കേരളത്തിലെ BJPയെ പല വാചകങ്ങൾ കൊണ്ടും അദ്ദേഹം പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് തുടരാൻ വലിയ താല്പര്യമില്ല. അദ്ദേഹം പറയുന്നത് 15ഓളം സിനിമകൾ, 20ഓളം അടുത്ത സിനിമകൾ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്നതായിട്ടുണ്ട്, അല്ലെങ്കിൽ ചിത്രീകരണം തുടങ്ങാനായി ഇരിക്കുന്നു. അവയെല്ലാം അഭിനയിക്കുക. കാരണം ഞാൻ അടിസ്ഥാനപരമായിട്ട് നടനാണ്, ചലച്ചിത്ര നടനാണ്. അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി, മന്ത്രിപ്പണി ഏറ്റെടുക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് എന്നെ അഭിനയിക്കാൻ വിടണേ എന്നാണ് അദ്ദേഹം നിരന്തരം മോദിയോടും അമിത്ഷായോടും ഒക്കെ ഇങ്ങനെ ഭംഗ്യന്തരേണ മറ്റു പല സംഭവ വികാസങ്ങൾ വഴി സൂചിപ്പിക്കുന്നത്. നേരിട്ട് പോയി അദ്ദേഹം പറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നേരിട്ട് പോയി പറഞ്ഞ് മോഡിക്കും അമിത്ഷായുടെ ഒരു മൂഡ് മാറിയിരിക്കുന്ന സമയമാണെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തെ പിടിച്ച് പുറത്ത് കളയും. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം കേരളത്തിലെ BJPയുടെ പരിപാടികളിലൊക്കെ വരുമ്പോൾ എനിക്കിനി കേന്ദ്രമന്ത്രിയാകണ്ട, കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്നൊക്കെ അദ്ദേഹം നിരന്തരം പറയുകയാണ്. കാരണം കേന്ദ്രമന്ത്രി സ്ഥാനവും MP സ്ഥാനവും ഒന്നും കാര്യമായ വരുമാനമുള്ള സംഭവമല്ല സിനിമാ അഭിനയത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം സുരേഷ് ഗോപി കേരളത്തിലെ സൂപ്പർ താരമാണ്. അദ്ദേഹം പറയുന്ന പണം എത്ര കോടിയാണോ അത്രയും പണം ഉറപ്പായിട്ടും സിനിമയിൽ കിട്ടും. അപ്പോൾ പിന്നെ അത്രയും കോടികൾ ലഭിക്കുന്ന ഒരു 15 സിനിമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര കോടി രൂപയായിരിക്കും ലഭിക്കുക? അത് നമുക്ക് കൃത്യം കണക്ക് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ കോടികൾ അദ്ദേഹത്തിന് ലഭിക്കും. ആ കോടികൾ കളഞ്ഞ് വെറുതെ മന്ത്രിയായി ഈ ഡൽഹിയിൽ കുറേ നാൾ കുത്തിയിരുന്ന് പിന്നെ കേരളത്തിൽ നിന്ന് നാട്ടുകാരെ ചീത്തയും കെട്ടി എന്തിനാണ് പോകുന്നത്? അതുകൊണ്ട് എനിക്കിനി മന്ത്രിപ്പണി വേണ്ട, സിനിമയിൽ അഭിനയിച്ചാൽ മതി. സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുന്ന പണവും മറ്റ് സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ജനകീയ അംഗീകാരവുമാണ് തനിക്ക് പഥ്യം. തനിക്ക് മന്ത്രിപ്പണി വേണ്ട എന്ന് ഭംഗ്യന്തരേണ പലതവണ സുരേഷ് ഗോപി സൂചിപ്പിച്ചിട്ടും മോദിയും അമിത്ഷായും അനങ്ങുന്നില്ല. അവർ പറഞ്ഞ് തൽക്കാലം താൻ ഇവിടെ ഇരുന്ന് പണിയെടുക്കുക, ഇനി ഒരു നിവൃത്തിയില്ലെങ്കിൽ രാജിവെച്ച് പോകുക എന്നുള്ള നിലപാടിലേക്കാണ് BJP എത്തുന്നത്. ഏതായാലും
മോദിയോടും അമിത്ഷായോടും മന്ത്രിപ്പണി വേണ്ട എന്ന് തുറന്നു പറയാൻ സുരേഷ് ഗോപിക്ക് ധൈര്യമില്ലെങ്കിലും അദ്ദേഹം കേരളത്തിലെ BJP-കാരോട് പലപ്പോഴും അത് പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾ സഹായിക്കും എന്നുള്ളത്. ഏതായാലും മന്ത്രിപ്പണി സുരേഷ് ഗോപിക്ക് മടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം, മുടങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരണം ആരംഭിക്കാതിരിക്കുന്ന 20ഓളം സിനിമകൾ നായകനാവെന്ന് പറഞ്ഞാൽ എത്രയോ കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുക. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും ഏറ്റവും അധികം തുക വാങ്ങുന്നയാൾ സുരേഷ് ഗോപി തന്നെയാണ് മലയാള സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് അത്രയും തുകയെല്ലാം നഷ്ടപ്പെടുത്തി ദശകോടികൾ നഷ്ടപ്പെടുത്തുന്ന ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്. ഏതായാലും അദ്ദേഹത്തിന് മന്ത്രിപ്പണി മടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ BJP നേതൃത്വം അത് കേൾക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പാടില്ല.